Hello friends, welcome to my channel Sargam EduTech. Please like, comment and share. Subscribe our channel കൂടാതെ ബെൽ ഐക്കൺ enable ചെയ്യുക. അടുത്തിടെ അറബിക്കടലിൽ തീപിടിച്ച ചരക്കു കപ്പൽ. ഉത്തരം തായ്വാൻ ഷിപ്പിംഗ് കമ്പനിയുടെ വാൻഹായ് 503. NGTയുടെ പൂർണ്ണരൂപം. ഉത്തരം നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ. തോട്ടപ്പള്ളി സ്പിൽവേയുടെ പുറംകടലിൽ മുങ്ങി എണ്ണ ചോരുകയും സാധന സാമഗ്രികൾ കലരുകയും ചെയ്ത കപ്പൽ. ഉത്തരം അക്വിരേറ്റ 2. തിരുവനന്തപുരം എയർപോർട്ടിൽ കുടുങ്ങിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം. ഉത്തരം F-35B. ബഹിരാകാശ നിലയം ട്രേസ് ചെയ്യാൻ നാസ പുറത്തിറക്കിയ ആപ്പ്. ഉത്തരം സ്പോട്ട് ദി സ്റ്റേഷൻ. അടുത്തിടെ അന്തരിച്ച പോർച്ചുഗൽ ഫുട്ബോൾ താരം. ഉത്തരം ഡിയോഗോ ജോട്ട. ബ്രസീലിന്റെ ക്യാപിറ്റൽ. ഉത്തരം ബ്രസീലിയ. ബ്രസീലിന്റെ പ്രസിഡന്റ്. ഉത്തരം ലുലു ഡിസിൽവ. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നടപ്പിലാക്കുന്ന പദ്ധതി. ഉത്തരം ശ്രേഷ്ഠ. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ 18 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നടപ്പിലാക്കുന്ന പദ്ധതി. ഉത്തരം ആരോഗ്യ കിരണം. MSC എൽസ 3 എന്ന ചരക്കു കപ്പലിന്റെ നിരീക്ഷണത്തിനെത്തിയ കൂറ്റൻ ടഗ്. ഉത്തരം കാനറ മേഘ്. ശുഭാംശു ശുക്ല ബഹിരാകാശത്ത് എത്ര ദിവസമാണ് തങ്ങിയത്? ഉത്തരം 18. പാശ്ചാത്യ സൈനിക സഖ്യമായ നാറ്റോയുടെ മേധാവി. ഉത്തരം മാർക്ക് റൂട്ട്. കേന്ദ്ര കൃഷി മന്ത്രി. ഉത്തരം ശിവരാജ് ചൗഹാൻ. മലയാളിയായ ഡോക്ടർ ഹരിനായരുടെ പേരിൽ അറിയപ്പെടുന്ന ചിഹ്നഗ്രഹം. ഉത്തരം 333205 നായർ. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. ഉത്തരം അമൃത്. ഏത് രാജ്യത്തിന്റെ പുതിയ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ഗോൾഡൻ ഡോം? ഉത്തരം അമേരിക്ക. 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം. ഉത്തരം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക. 2025 പുരുഷ വിഭാഗം IPL ക്രിക്കറ്റ് ജേതാക്കൾ. ഉത്തരം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. വനിതാ ചെസ് ലോകകപ്പ് ആദ്യമായി ഇന്ത്യയിലെത്തിച്ച 19കാരി. ഉത്തരം ദിവ്യ ദേശ്മുഖ്. സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ ജനസംഖ്യാ കണക്കെടുപ്പാണ് 2026 നടക്കുന്നത്? ഉത്തരം 8. 2025 അർജുന അവാർഡ് നേടിയ മലയാളി നീന്തൽ താരം. ഉത്തരം സാജൻ പ്രകാശ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ കായിക മന്ത്രി. ഉത്തരം മാൻസുഖ് മാണ്ഡവ്യ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഉത്തരം ധർമ്മേന്ദ്ര പ്രധാൻ. ന്യൂഡൽഹിയിൽ ആരംഭിച്ച ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി. ഉത്തരം ആദി സംസ്കൃതി. ജാസ്മിൻ ലബേരിയ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബോക്സിംഗ്. ഗാസയിലെ കുട്ടികൾ എന്ന ചെറുകഥ ആരുടേത്? ഉത്തരം T. പത്മനാഭൻ. ലോകത്തിലാദ്യത്തെ 6G പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം. ഉത്തരം ചൈന. കേരളത്തിലെ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളെ പറ്റി പഠനം നടത്തുന്ന ഏജൻസി. ഉത്തരം
unearthed. എന്താണ് PM-3? ഉത്തരം പ്രൈം മിനിസ്റ്റേഴ്സ് സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.